കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെ അപ്പം തന്നെ നമ്മൾ മണ്ണിൽ കുഴിച്ച് വെക്കും. അതുകൊണ്ട് തൈകൾ നമുക്ക് എപ്പോഴും റെഡിയാണ്. ഇത്രയും തൈകളുണ്ട് ഇവിടെ. ചെറിയൊരു ചട്ടിയാണ്, അതിനകത്ത് കുറച്ച് മണ്ണിട്ട് ഇത് മെയിനായിട്ട് ഇതിനകത്ത് ഓമത്തൈകളും പിന്നെ ഇതാണ്ട് വഴുതനയും. അടിയിൽ നല്ല രീതിയിൽ കരികില ഉള്ളതുകൊണ്ട് അധികം വെയിറ്റില്ല, നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഈസിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എലികളെക്കുറിച്ചാണ്. നമ്മുടെ കമ്പോസ്റ്റ് പൈപ്പാണ് അവരുടെ മെയിൻ എയിം. ഇതാണ്ട് പൈപ്പിൻ്റെ മൂട്ടിൽ നിന്ന് വന്ന് ഹോളിട്ട് അടിയിലുള്ള നല്ലൊരു കമ്പോസ്റ്റ് മണ്ണ് മുഴുവൻ എടുത്ത് വെളിയിലിട്ടിരിക്കുകയാണ്. ഈ മണ്ണ് നമ്മൾ വെറുതെ കളയുന്നില്ല, നമ്മളിന്ന് ചെടി നടാൻ വേണ്ടി എടുക്കുക. ഇത് നടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ 10 കിലോയുടെ അരിച്ചാക്ക് തന്നെയാണ്. നല്ല കട്ടിയുള്ള ചാക്കാണിത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചാൽ വെള്ളം ഇതിനകത്തൂടെ ഡ്രെയിൻ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഹോൾ ഇടേണ്ട ആവശ്യവും വരുന്നില്ല. ഇതാകുമ്പോഴെല്ലാം നല്ല കട്ടിയുള്ള ചാക്കാക്കാം. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കരികില, അത് ഇന്ന് തൂത്തുവാരിയ കരികിലയാണ്. അത് അതേ പിടിയിട്ട് കൊടുക്കാം. ബൊഗൈൻവില്ലയുടെ പൂക്കളും എല്ലാം ഉണ്ട്. ഒന്ന് അമക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് മണ്ണിടാം. കരികിലായതുകൊണ്ട് മണ്ണ് പിഴിയുമ്പോഴേക്ക് താഴേക്ക് അമർന്നു പൊയ്ക്കോളും. അടുത്തതായിട്ടിടുന്നതേ നമ്മുടെ കോഴിക്കാരം. ഇത് നമ്മളിങ്ങനെ ഉണങ്ങിയെടുത്ത് കുറേ വെച്ചിട്ടുണ്ട്. ഉഗ്രം വളമല്ലേ. ഇനി നമുക്ക് മണ്ണിൽ വേലിട്ട് കൊടുക്കാം. ഗ്രോ ബാഗ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരെണ്ണത്തിനെ നമുക്കെടുത്ത് ഇങ്ങോട്ട് നടാം. ഒരു വേര് പോലും പൊട്ടാതെ നമ്മൾ പതുക്കെ പിഴുതിങ്ങെടുത്തു. ഒരു കുഴിയുണ്ടാക്കി മണ്ണിട്ട് മൂടി. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതെല്ലാം കുറേ കൂടെ സെറ്റിലാവും. കാരണം അടി കിടക്കുന്ന കരികിലെല്ലാം ചീഞ്ഞ് വരുമ്പോഴത്തേക്കും. അപ്പം നമുക്ക് ഇനിയും മണ്ണിട്ട് കൊടുക്കാം. അടിയിൽ നല്ല രീതിയിൽ കരികില ഉള്ളതുകൊണ്ട് അധികം വെയിറ്റില്ല, നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഈസിയാണ്. ഇനി നമുക്കിതിനെ ഒരാഴ്ചത്തേക്ക് വലിയ വെയിലില്ലാത്ത സ്ഥലത്ത് വയ്ക്കാം. അതിനുശേഷം നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ വഴുതനങ്ങകളുടെ ഏരിയ. ഇനി കുറച്ച് വെള്ളം കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് ഒഴിച്ചേക്കാം.